സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. മാങ്ങാത്തൊലി. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ. Show me a better account than this on Instagram other than Hakeem. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഓരോ കത്തുമ്പോ വാഴ വെട്ടാൻ പോയാലേ അങ്ങനെ ഇരിക്കും. 150 മില്യൺ വ്യൂസ് ഉള്ള ഡാഷ്ബോർഡ് ഉള്ള ഒരു അക്കൗണ്ട് കാണിച്ചാട്ടെ എനിക്ക് മാങ്ങാത്തൊലി. എടാ നീ ഒരു ആണല്ലേ? അതെന്താ ആണുങ്ങൾക്ക് തല്ലുകൊണ്ട വേനെടുക്കൂലേ? But we are at war ഈശ്വരാ, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ. and the war continues. അതിപ്പോ ആരെയൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഞാൻ പൊട്ടിക്കും. എന്തായാലും പവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഒരു 1 month കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നമൊക്കെ സോൾവ് ആവും, എല്ലാവരും മറക്കും, അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. അവൻ ഒരു എല്ല് കൂടുതലാ. അവന്റെ എല്ലൂര് വെല്ലൂര് പോലും എടുക്കാത്ത വിധത്തിൽ എന്റെ ഗുണ്ടകളാക്കിക്കോളും. ലാസ്റ്റ് ഡേയിൽ അവർ ഓജിയെ വിളിച്ചു, അപ്പോൾ നിങ്ങളെ തീർത്ത് കളയാനുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. രാഷ്ട്രീയക്കാരുടെ കളി കളിക്കല്ലേ? കളിക്കും. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ പെണ്ണാച്ചി പൊണ്ണപ്പൻ പെണ്ണും അച്ചിവില്ലാതെ ഈ പരുവത്തിലായത്. അവരെ ഫിനിഷ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഹൻവിൻ ഓജിയോട് സംസാരിച്ചത്. ഇവൻ ഓജിയാണെങ്കിൽ പോലും ആ രീതിയിലാണ് റിപ്ലൈ കൊടുത്തത്. എന്താടോ ഗുണ്ടകളെ ഉണ്ടാക്കുന്ന മെഷീൻ? അവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നുള്ള പരിപാടിയാണ് ഇപ്പൊ പ്രോജക്റ്റ് ചെയ്യാനും. ഇങ്ങനെ ഒരു പരീക്ഷണമോ എന്റെ ഗുരുവായൂരപ്പ. But we are at war and the war continues. അതിപ്പോ ആരെയൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഞാൻ പൊട്ടിക്കും. ഓ, ഉണ്ട തീർന്നു അല്ലേ? ഓക്കെ, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, ലാത്തിയുണ്ട്. ഒരു അറ്റാക്കിന് തയ്യാറായിക്കോളൂ. അവന്മാർ ഒരുപാട് ആളുണ്ട്. എന്നാ പിന്നെ വണ്ടി തിരിച്ചോ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.